ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ബജി മുളകാണ് എങ്കിൽ പൈൽ നമ്പർ 1, അതേപോലെ നിങ്ങൾ പച്ചമുളകാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, അതേപോലെ ഷിംല മുളകാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങളുടെ സെപ്റ്റംബർ 2024 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. Tower, Hanged Man energy, Nine of Wands, Chariot, Two of Pentacles, 10 of Swords and Princess of Swords എനർജിയാണ് മെയിൻ തീമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ടവർ മൊമെന്റ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ പറയുകയാണ് എങ്കിൽ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചില കാര്യങ്ങൾ, നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്, നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കും ഈ ഒരു മാസത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഒരു ലെവലിൽ ലൈഫിൽ നമ്മൾ എല്ലാം പല കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഒരു നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കൈകളിലല്ല എന്ന് തോന്നുന്ന മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, ഒരു ലെവലിൽ സക്സസ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അഹങ്കാരം എന്നുള്ളൊരു തോന്നലുണ്ടായേക്കാം. അതിനൊരു തിരിച്ചടി അല്ലെങ്കിൽ അതിൽ നമ്മുടെ ഓർമ്മപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. കാരണം എല്ലാം നിങ്ങളുടെ കൈകളിലല്ല, ഞാൻ മുകളിലുള്ള ഈശ്വരൻ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയാണ് എപ്പോഴും ആ ഒരു അനന്തമായിട്ടുള്ള ശക്തി എന്ന് മനസ്സിലാക്കി തരുന്ന നിമിഷമാണ്. അപ്പോൾ ആ ഒരു കൺട്രോളിലാണ് നിങ്ങൾ എപ്പോഴും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിൽ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഗീവ് അപ്പ് ദ കൺട്രോൾ, ആ കൺട്രോൾ വിട്ടുകൊടുക്കുക ആർക്ക് വേണ്ടിയിട്ട്, ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങുക എന്നുള്ളതാണ്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്, അതായത് ഒരു ടവർ മൊമെന്റ്, നിങ്ങൾ ഇതുവരെ പടുത്തുയർത്തിയതെല്ലാം ഇടിഞ്ഞ് താഴെ വീഴുന്ന ഒരു എനർജി എന്ന് നമ്മൾ പറയും. അത് സൂചിപ്പിക്കുന്നത് എല്ലാം നഷ്ടമാകുന്നു എന്നുള്ളതല്ല ഒരിക്കലും. ഇത് സൂചിപ്പിക്കുന്ന പുതിയൊരു രീതിയിൽ ഇത് വീണ്ടും പടുത്തുയർത്തുക. കാരണം നിങ്ങൾ എന്നേക്കുമായിട്ട് അത് നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പടുത്തുയർത്തുന്ന രീതിയിൽ ഇനിയും മുന്നോട്ടേക്ക് പോയാൽ, ജീവിതം ഇതുപോലെ മുന്നോട്ടേക്ക് പോയാൽ പിന്നെ അത് ഒരിടത്തും പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും അത് പൊളിച്ച് മാറ്റേണ്ടതുണ്ട്. പക്ഷെ നിങ്ങളായിട്ട് അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രപഞ്ചശക്തി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഒരു ന്യൂ വേ ഓഫ് കൺസ്ട്രക്ഷൻ, ന്യൂ വേ ഓഫ് വർക്കിംഗ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഫ്രീഡമാണ്, വീണ്ടും സ്റ്റാർട്ട് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് റീബിൽഡ് ചെയ്യാനുള്ള ഒരു എനർജി ഇതിവിടെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇവിടെ ഒരു ടവർ മൊമെന്റ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജി സിറ്റുവേഷൻ ആണ്. സ്ട്രോങ് മെസ്സേജ് ആണ്. പലരെ സംബന്ധിച്ച് ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എനർജി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വയനാടിന്റെ എനർജി സിറ്റുവേഷനിൽ വേണമെങ്കിൽ ആ ഒരു എനർജിയാണ്. നമ്മൾ വളരെ സങ്കടകരമായിട്ടുള്ള എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം ആ ഒരു ദിശയിലേക്ക് കൂടുതലൊന്നും പണിതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തും എന്നറിഞ്ഞിട്ടും ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പലരും അറിയാതെയും പലരും അറിഞ്ഞിട്ടും
അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന എല്ലാവർക്കും ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സിറ്റുവേഷനാണ് ഇത്. ആ ഒരു എനർജിയാണ്. അപ്പം ഇനി മുന്നോട്ടേക്ക് പോയാൽ പ്രശ്നങ്ങളാവുമെന്ന് അറിയുന്നത് കൊണ്ട് ഒരു ടവർ മൊമെന്റിലേക്ക് എത്തിച്ചേക്കാം. നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തി അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അതിൽ നിന്ന് പിന്മാറുക, വലിയ ദുരന്തങ്ങളിൽ നിന്നും ഒഴിവാകാം എന്നുള്ളത്. അപ്പോൾ അത് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. സ്റ്റക്ക് ഫീലിംഗ് ചില ആളുകൾക്ക് ഉണ്ടാവും, ഞാൻ ഇവിടെ സ്റ്റക്കാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾ സ്റ്റക്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു കാർഡിന്റെ പ്രത്യേകത ഇവിടെ പറയുകയാണെങ്കിൽ ടവർ എനർജിയാണ്. ടവർ മൊമെന്റ് അല്ലെങ്കിൽ ടവർ എനർജി ഇവിടെ കാണാം. ബാക്കി പത്രം, അതായത് കഴിഞ്ഞു പോയതിന്റെ ഭൂതകാലത്തിന്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എവിടെയോ ഈ ഒരു ടവർ മൊമെന്റ്. സ്ട്രോങ് മെസ്സേജ്, സ്ട്രോങ് കണക്ഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ടവർ മൊമെന്റിന്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു, സ്ലോ ഡൗൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. പിന്നെ അതിലോട്ട് തന്നെ ഈ ഒരു എനർജി, ഈ വ്യക്തി സ്റ്റക്കാണ്, പക്ഷെ ആ വ്യക്തിയുടെ നോട്ടം ആ ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടത്. അതായത് ഭൂതകാലത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരേണ്ടുന്ന സാഹചര്യമാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഈ ഒരു വയനാട് സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതെന്ന് പറയുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമ്മൾ പുതിയതായിട്ട് തുടങ്ങുകയാണ്, പുതിയൊരു ജീവിതം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. ഇത് ഇന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുന്നില്ല, നിങ്ങളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിട്ടുള്ള എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, മുന്നോട്ടേക്ക് മൂവ് ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ ഒരു സ്ലോ മൂവ്മെന്റിന്റെ ടൈമാണ്. അപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഈ വരുന്ന ഒരു വർഷക്കാലം അമിതമായിട്ട് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മന്ത്, ഈ ഒരു മാസം ഓർമ്മപ്പെടുത്തലുകളുടെ മനസമാധാനത്തിന്റെയൊക്കെ സമയമാണ്. മനസ്സമാധാനം കണ്ടെത്താനുള്ള ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, ഒന്ന് പതുക്കെ സഞ്ചരിക്കുക കുറച്ച്. അത് അല്ല, ഈ പറഞ്ഞ എനർജി അല്ലാണ്ട് ഇത് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ജോലിയിലാണ്, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കരിയറിൽ പ്രൊജക്റ്റ്, പുതിയ സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ പല കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയമാണ്. ഈ മാറ്റങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ, ജോലിയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഫുൾ ടൈം വർക്ക് ബിസി ആയിട്ടിരിക്കുന്നതാണ്, ഈ വർക്കിൽ വലിയ ബിസി ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല, ഒന്ന് സ്ലോ ഡൗൺ ആണ്. അപ്പോൾ അധികം വർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രോജക്റ്റ് ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. പക്ഷെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശമ്പളം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്തത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചിന്തിക്കാനുള്ള അവസരമാണ്, സെൽഫ് റിവിലേഷനുള്ള സമയമാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഈ ഒരു ടൈം പീരീഡ് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് നേടിത്തരുന്നത്. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു എനർജിയാണ് ഇത് തരുന്നത്. ആൻഡ് 9 ഓഫ് വോൺസ് എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾക്കൊരു വളരെ സുതാര്യമായിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയാം. കാരണം ഫസ്റ്റ് റോ എനർജി എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഗിവ് അപ്പ്, വിട്ടുകളയാതിരിക്കുക. പക്ഷേ കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോഴും എന്നുള്ളത് മൈൻഡിൽ വെച്ചുകൊണ്ടിട്ട് വരിക. അതായത് പ്രയത്നിക്കുക, പക്ഷെ എല്ലാം ആ മുകളിലുള്ള വ്യക്തിയുടെ കൈകളിലാണ് എന്നുള്ളൊരു ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ്. ഈ 9 ഓഫ് വോൺസ് എനർജി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ സാഹചര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക, പക്ഷെ അമിതമായിട്ടുള്ള അഹം എന്നുള്ളൊരു ഭാവമൊന്നും ഇല്ലാതെ നിങ്ങളുടെ ഇത് പാസ്റ്റ് കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒത്തിരി സാക്രിഫൈസസ് ചെയ്ത്, ഈ ഒരു എനർജി ചില ആളുകളെ സംബന്ധിച്ച് സാക്രിഫൈസ് എനർജിയാവും. പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി സാക്രിഫൈസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന ഒരു എൻഡിങ് ഫേസ് ആണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ത്യാഗത്തിന്റെയും നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ കഠിനാധ്വാനത്തിന്റെ ഒക്കെ ഫലം ലഭിക്കുന്ന സമയമാണ് ഈ ഒരു സമയം, ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഭയം കൊണ്ടിട്ട് ആക്ഷൻ എടുക്കാൻ മടിക്കുകയാണ്. ഭയം കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകും, നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. ഓവറായിട്ടുള്ള കോഷൻ ഇവിടെ പറയാനുള്ള ഇതും ആ ഒരു എനർജി, വയനാട് എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാനങ്ങനെ റീഡിങ്സിൽ അടുത്ത് ഇത് സംഭവിച്ച സമയത്തും റീഡിങ്സിൽ ആ ഒരു എനർജി വരുന്നുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ വയനാടാണ് എങ്കിൽ
കൂടുതൽ സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ഓവറായിട്ട് വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ തട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വിജിലൻസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിജിലൻസിന്റെ ആവശ്യമില്ല. പക്ഷെ മറിച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന ലൈഫിൽ മുന്നോട്ടേക്ക് ഒരു മെന്റൽ സ്പേസ് ജീവിതത്തിൽ ഫ്രീ യുവർ തിങ്കിങ്. അനാവശ്യമായിട്ടുള്ള ഭയങ്കര ജാഗരൂകരായിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ, ഭയം ഉള്ളിൽ ഭയങ്കരമായിട്ട് തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചില ആളുകളിൽ. അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന ലെവലിലേക്കുള്ള ഒരു കാര്യത്തിലായിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്. പിന്നെ ഷെറേറ്റ് എനർജിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു റീഡിങ് ചെയ്യുന്ന സമയത്ത്. ഇതിനു മുമ്പുള്ള പല റീഡിങ്സ് ചെയ്യുമ്പോഴും ഉള്ളൊരു ഫീലിംഗ് അന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു വളരെയധികം ഒരു ഭയം നിങ്ങളുടെ ഈ റീഡിങ് ചെയ്യുമ്പോൾ ഉള്ളിലൊരു ഭയമാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയമാണെങ്കിൽ അതൊരു ജാഗ്രത അമിതമായിട്ടുള്ള ഒരു ജാഗ്രത വേണ്ട എന്നുള്ളതാണ്. സ്ട്രോങ് ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു റീഡിങ്സിലും ഇത്രയും ഒരു അകാരണമായിട്ടുള്ള ഭയം ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളെ വിശ്വസിച്ചിട്ട് ആ ഒരു ഭഗവാനിൽ, ദൈവത്തിൽ വിശ്വസിച്ച് കൊണ്ടുപോകാൻ ചാരിയറ്റ് എനർജിയാണ്. മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ചില ആളുകളിൽ നമുക്ക് കുറച്ച് മുന്നോട്ടേക്കുള്ള, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ജോലി, അതേപോലെ തന്നെ പുതിയ വാഹനം വാങ്ങിക്കാനുള്ള എനർജിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചാരിയറ്റ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജി, ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നത്. അതേപോലെ വാഹനം വാങ്ങിക്കാനുള്ള യോഗം ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ നല്ല ടൈമിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നല്ല സമയമാണ്. ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് മുന്നോട്ടേക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സമയം. മുന്നേറ്റം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ മുന്നേറ്റത്തിന്റെ ഒരു ചുവട്ടുപടി ആയിട്ടൊരു ടവർ മൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ അടുത്തെങ്ങാനും ഒരു ടവർ മൂവ്മെന്റ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ മുന്നേറ്റം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ടു ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ടു ഓഫ് പെന്റക്കിൾസ് എനർജി സെപ്റ്റംബർ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഒരു എൻഡിങ് ഫേസ് കാണിക്കുന്നുണ്ട് പലരെ സംബന്ധിച്ച്. നമ്പർ 2 കണക്ഷൻസ് ആണ്. അപ്പോൾ സെക്കൻഡ് ചാൻസ് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് സെക്കൻഡ് ചാൻസ് കൊടുക്കുക. കാരണം ഇവിടെ ചില ആളുകളും അവർ ഒരിക്കലും അർഹതപ്പെടാത്ത ഒരിക്കൽ കൂടി അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവാം. പക്ഷെ അവർ ഒരിക്കലും അത് അർഹിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ഒരു പക്ഷേ നിങ്ങൾ അർഹിക്കാത്ത ആളുകൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുത്തിട്ട് അവർ നിങ്ങൾക്ക് വീണ്ടും അവർ പോയതിനു ശേഷം നേടിയെടുത്തെല്ലാം വീണ്ടും നഷ്ടപ്പെടുത്തിയിട്ട് അവർ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. ഒരു വളരെ ഹെവിനെസ് ആണ് ഈ ഒരു റീഡിങ്ങിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത്, നിങ്ങൾ മനസ്സിലാക്കി പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ ശരിയായിട്ട് മുന്നോട്ടേക്ക് പോവാം. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് സൂചിപ്പിക്കുക. എന്തായാലും നിങ്ങളുടെ റീഡിങ്സ് വളരെയധികം ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്ന നമുക്കൊരു കാർഡ് കൂടി എടുക്കേണ്ടി വരും. 10 of swords എനർജിയാണ്. 10 of swords കംപ്ലീഷൻ ഫേസ് ആണ്, എൻഡിങ് ഫേസ് ആണ്. ഡ്രാമ സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ടുള്ളവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവാണ്. ഇവിടെ പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസ് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഡ്രാമ സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആയിരിക്കും. അതിലേക്ക് ഞാൻ കൂടുതലായിട്ടൊരു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ടൊരു ജീവിതം ലഭിക്കുക. ഈ ഡ്രാമയുടെ ഒരു എൻഡിങ് ആണ്, റിലീസ് ചെയ്യാണ്, നിങ്ങൾ വോക്ക് അവേ ചെയ്യാണ്, ലെറ്റ് ഗോ ചെയ്യണം. ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പ്രിൻസസ് ഓഫ് സോർട്സ് എനർജിയാണ്. സോ ഈ പ്രിൻസസ് ഓഫ് സോർട്സ് എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകളിലും മറ്റു കാര്യങ്ങളൊന്നും ചെന്ന് പെടാതിരിക്കുക. അപ്പൊ സ്മോൾ ടോക്സ് നമ്മൾ പറയും, സ്മോൾ ടോക്ക് ഒക്കെ ഒഴിവാക്കുക, അനാവശ്യ സംസാരങ്ങളൊന്നും പോവാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതും കാര്യം ലീഗൽ മാറ്റേഴ്സ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പേപ്പർ സൈൻ ചെയ്യുന്നുണ്ട് എങ്കിൽ സൈൻ ചെയ്യുന്നത് ആലോചിച്ചിട്ട് സൈൻ ചെയ്യുക. അനാവശ്യ ചിന്തകളൊന്നും മനസ്സിൽ വരുത്തരുത്. കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലും വാക്കാൽ പറയുന്ന കാര്യങ്ങളാണെങ്കിലും റിട്ടേൺ ആണെങ്കിലും എന്തായാലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് അതിന്റെ പ്രൂഫ് കയ്യിൽ വെക്കുക.
എനിക്ക് ആരോടെന്തെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് ഇമെയിലായിട്ടോ മെസ്സേജസ് ആയിട്ടോ അയക്കുക. നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഫോൺ കോൾസ് വഴിയേക്കാളും കൂടുതൽ മെസ്സേജസ് വലിയ നീട്ടമുള്ളതാണെങ്കിൽ ഇമെയിലോ മെസ്സേജസോ ലെറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ പ്രൂഫ് കയ്യിൽ വെക്കാനായിട്ട്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭയങ്കര ഒരു ഹെവിനെസ് ഈ ഒരു റീഡിങ്ങിൽ തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് അതിനുള്ള ഒരു മറുപടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കാം എന്തായിരിക്കും അത് എന്നുള്ളത്. പൈൽ നമ്പർ 1, നിങ്ങളുടെ ആ ഒരു എനർജിയിലുള്ള ഹെവിനെസ്, വാട്ട് ഈസ് ദ റീസൺ? പൈൽ നമ്പർ 1, വാട്ട് ഈസ് ദ റീസൺ? പൈൽ നമ്പർ 1. എന്തായാലും നമുക്ക് ഓക്കെ. സോ നിങ്ങളുടെ എനർജി 9 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. സോ നോട്ട് സോ ബാഡ്. നല്ലൊരു ആ ഒരു എനർജി ചില ആളുകളെ സംബന്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാവരിലും ഒരേ എനർജി അല്ല. 9 ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ പറയാനുള്ളത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഷ്യസ് ആയിരിക്കേണ്ട കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലാണ്. അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കുക, ലക്ഷറി പോലുള്ള കാര്യങ്ങളിൽ വേണ്ടതിൽ കൂടുതൽ പൈസ ചെലവഴിക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ അനിവാര്യമാണ്. പക്ഷെ ലക്ഷറി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പൈസ കൂടുതൽ ചെലവാക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ പെൻഡക്കിൾ എനർജി ആയിരുന്നു. മറ്റൊരാളെ സെക്കൻഡ് ചാൻസ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ നിങ്ങൾ ഇതിനു മുമ്പ് പറ്റിച്ചു പോയിട്ടുള്ള ആൾക്കാണ് സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഏത് കാരണവശാലും അങ്ങനെ ഒരാൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കരുത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി അയാളെ വിശ്വസിച്ച് സാമ്പത്തിക കാര്യം ഒരിക്കലും ഏൽപ്പിക്കാതിരിക്കുക. എന്തെങ്കിലും സാമ്പത്തികം റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ വർക്ക്സോ മറ്റു കാര്യങ്ങളോ എഗ്രിമെന്റ്സോ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വ്യക്തിയെ ഏൽപ്പിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾ ഒരു വ്യക്തി ഇല്ലെങ്കിൽ കൂടി നിങ്ങളത് പ്രത്യേകം കൈകാര്യം ചെയ്യുക. ഒരു സ്ട്രോങ് എനർജി മണി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ മണി സംബന്ധിക്കുന്ന കാര്യം ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് പറയാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സെപ്റ്റംബർ മാസം, സെപ്റ്റംബർ 2024 പൈൽ നമ്പർ 2 നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Pile number 2, September. Okay, the Hierophant energy. Cavalier of Wands. Cavalier of Cups. Princess of Pentacles. High Priestess. Sun. 8 of Pentacles. The main theme വന്നിട്ട് 4 of Pentacles, 8 of Cups എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളിലും, നമ്മളുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന പല കാര്യങ്ങളും വീണ്ടും ഏറ്റെടുത്ത് ചെയ്യാനുള്ള സാഹചര്യമാണ്. പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹെറഫന്റ് എനർജി ആൻഡ് ഹൈ പ്രീസ്റ്റസ് സ്ട്രോങ് എനർജി ഉണ്ട്. ഇത് സൂചിപ്പിക്കുന്ന ഈ ഒരു മാസം നിങ്ങൾ പൊതുവെ വളരെയധികം എല്ലാ കാര്യങ്ങളിലും സ്വയം എന്തിലും ഏതിലും എവിടെ എന്ത് ഏത് എങ്ങനെയെന്നുള്ളൊരു തീരുമാനത്തിൽ വളരെയധികം സങ്കുചിതമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതാണെങ്കിലും ഒക്കെ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും റിലീജിയസ് ആയിട്ട് കുറച്ച് കൂടുതൽ റിലീജിയസ് ആവുന്ന സമയമാണ്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കും എന്ത് കാര്യത്തിനാണെങ്കിലും കുറച്ച് കൂടുതൽ റിലീജിയസ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ 2 തരത്തിൽ നമുക്ക് ഇതിനെ കാണാം. ഒന്ന്, ഒരു യൂണിയൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വിവാഹമായിരിക്കാം, മൈൻഡ് ബോഡി ആൻഡ് സോൾ കണക്ഷൻ എന്നുള്ളത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കണക്ഷനാണ്. നിങ്ങളുടെ സോൾ കണക്ഷൻസ്, അതായത് നിങ്ങൾ ആ ഒരു ഫിസിക്കൽ വേൾഡിലും സ്പിരിച്വൽ വേൾഡിലും
രണ്ട് തലങ്ങളിൽ ഭൗതികമായിട്ടുള്ളൊരു ജീവിതത്തെ അതേപോലെ ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള ഒരു കൂടിച്ചേരലിന്റെ ഒരു സമയം എന്നുള്ളതാവാം, അല്ലെങ്കിൽ ഒരു വിവാഹം എന്നുള്ള രീതിയിലാവാം ഇത് സൂചിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ വ്യത്യാസമായിരിക്കും. എന്നിരുന്നാലും ദൈവികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം താല്പര്യം എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ട്രഡീഷണൽ ആയിട്ട് ഉള്ള ബിലീഫ്സിന്റെ പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയും വിശ്വാസങ്ങൾ അന്ധമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയാണ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയും പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇന്നൊരാളെ കണി കണ്ട അല്ലെങ്കിൽ ഇന്നത് കണി കണ്ടു കഴിഞ്ഞാൽ ഇനി പുറത്തു പോയാൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന് ചിന്തിക്കുമ്പോൾ അത് ആ ഒരു രീതിയിലുള്ള ചിന്ത നമ്മൾ പറയും നമ്മുടെ മനസ്സാണ് ഏറ്റവും വലുതെന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളത് ഏറ്റെടുത്തു. ഇനി ഇങ്ങനെ, അതായത് ഇത് കണ്ടു, ഇനി പോകുന്ന കാര്യം നടക്കില്ല. കാരണം നമ്മളത് തീരുമാനിച്ചു. നമ്മളത് ഡൗട്ടല്ല അവിടെ വരുന്നത്, നമ്മളത് ഡിസിഷനാണ്. ഇറ്റ് വോണ്ട് ഹാപ്പൻ, ഇനി ഇത് സംഭവിക്കില്ല. കാരണം എന്താണ്, ഇത് നമ്മൾ ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ, നമ്മുടെ സബ് കോൺഷ്യസിൽ പറയാണ്, അതവിടെ രജിസ്റ്റർ ആയി, ഇനി നടക്കില്ല എന്ന്. അപ്പോൾ പലപ്പോഴും അത് അത്രയും നമ്മളുടെ ആ ഒരു ലെവൽ ഓഫ് ആ ഒരു സൂപ്പർസ്റ്റിഷൻ എത്രയും സ്ട്രോങ് ആണ്, അതിനനുസരിച്ചിട്ടാണ് ആ കാര്യം നടക്കാനുള്ള സാധ്യതകൾ ഏറെയും കുറഞ്ഞും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇന്നർ വിസ്റ്റം, നിങ്ങളുടെ ഉള്ളില് ആ ഒരു ജ്ഞാനം എന്താണ് എന്നുള്ളത്, വിവേകം, നിങ്ങളുടെ ഉള്ളിലുള്ള വിവേകം മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു ലെവലിൽ അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് അക്കാഡമിക്സിലോ ബുദ്ധിപരമായിട്ട് മുന്നിട്ട് നിന്നിട്ട് കാര്യമില്ല. വിവേകം എന്ന് പറയുന്ന എല്ലാവർക്കും, ബുദ്ധിയുള്ള എല്ലാവർക്കും ഒരു വിവേകം ആ ഒരു ലെവലിലേക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്ത് എവിടെ എങ്ങനെ എപ്പോൾ പ്രയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അത് കെവലിയർ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കൽ, അതായത് ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ട്, അതേപോലെ തന്നെ എന്ത് എവിടെ എങ്ങനെ എന്നുള്ളൊരു വിവേകത്തോടു കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് മുന്നേറുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം വാക്കുകൾ, അതായത് ഒരു വ്യക്തി വികാരത്തിന് അടിമപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, വികാരത്തിന് അടിമപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ആദ്യമേ തന്നെ നിങ്ങളുടെ ആ ഒരു ഹൈറഫന്റ് എനർജി നിങ്ങൾ ഒന്ന് വികാരത്തിന് അടിമപ്പെട്ട്, രണ്ട് നിങ്ങൾ മതപരമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകൾക്കും അനുസരിച്ചിട്ടും കൺസർവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പഴയ കാലത്തെ ചിന്താഗതി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് വരുമ്പോൾ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീരുമാനങ്ങൾ പറയേണ്ടി വരുന്നിടത്ത് വികാരത്തിന് അടിമപ്പെട്ടിട്ട് ഒരിക്കലും തീരുമാനം പറയാതിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയാം. സങ്കടപ്പെട്ടിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഇരിക്കുവാണെങ്കിലും അത് തന്നെ പറയാം. കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇമോഷൻ, സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് വാക്ക് കൊടുക്കും. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ പറ്റില്ല എന്ന് പറയും. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്തത് നന്മയായിരിക്കും. ഇതൊന്നും ആലോചിക്കാണ്ടാണ് തീരുമാനത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വികാരത്തിന്റെ പുറത്തൊരിക്കലും ഈ ഒരു മാസത്തിൽ തീരുമാനം എടുക്കാതിരിക്കുക. കാരണം പിന്നീട് നിങ്ങൾ അത് ആലോചിച്ച് പശ്ചാത്തപിക്കേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് പേജ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി, ഈ പേജ് ഓഫ് പെന്റക്കിൾസ് എനർജി സൂചിപ്പിക്കുന്നത് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായിട്ട്, ജോലി സംബന്ധമായിട്ട്, കരിയർ ബേസിസിലൊക്കെ നല്ല സമയമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടെന്ന് പറയുമ്പോൾ ഗുഡ് ന്യൂസ് ആണ്. അത് ഒന്നുകിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി പെർമനന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പ്രൊബേഷനിൽ ഇരിക്കുന്നവർ പെർമനന്റ് ആകുന്നുണ്ട്. പ്രൈവറ്റ് ജോലിയിലുള്ളവർ ചിലപ്പോൾ സർക്കാർ ജോലി ലഭിക്കുന്നതാവാം. അങ്ങനെയൊക്കെയുള്ള ഗുഡ് ന്യൂസ് റിലേറ്റഡ് ടു കരിയർ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ഗുഡ് ന്യൂസ് എന്ന് അല്ലെങ്കിൽ ജോലി സാമ്പത്തികമായിട്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സംതൃപ്തി, നമ്മുടെ ആഗ്രഹ സബലീകരണം എന്നുള്ളതാണ്. അപ്പൊ ഈ ആഗ്രഹ സബലീകരണം നമുക്ക് സംതൃപ്തി തരുന്ന ഒന്നാണ്. അതിപ്പോ ജോലി അല്ലെങ്കിൽ സമ്പത്ത് ഇങ്ങനെയുള്ള ലെവലിലുള്ള കാര്യങ്ങൾ തന്നെ ഒന്നും ആയിരിക്കണമെന്നില്ല. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ജോലി, വിദ്യാഭ്യാസം, പഠിത്തം ഇതൊന്നും ആവണം എന്നില്ല, മറ്റെന്തെങ്കിലും ആവാം. ഇനി എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇതൊരു നല്ല സമയത്തിൽ ഈ ഒരു പുതിയൊരു ഇടത്തേക്ക് മാറിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചില ആളുകൾ
വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പാരന്റ്സ് മറ്റിടത്തെങ്കിലും മാറുന്നത് മൂലം നിങ്ങളുടെ സ്കൂളോ കോളേജോ മാറുന്നുണ്ട്. അതിനുള്ളൊരു അവസരം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. പ്രോപ്പർട്ടി ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ചില ആളുകൾക്കുണ്ട്. അപ്പോൾ വീട് മാറുന്നു, വീട് സെല്ല് ചെയ്തിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു, പേപ്പർ വർക്ക്സ് മറ്റു കാര്യങ്ങളൊക്കെ നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കോൺട്രാക്ട്, പുതിയ കോൺട്രാക്ട് എഴുതുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരെയും സംബന്ധിച്ച് നമ്മളെ കോൺഫിഡൻസിൽ എടുത്തിട്ട് മറ്റുള്ളവര്, അതായത് നമ്മുടെ വിശ്വാസം നേടിയിട്ട് മറ്റുള്ളവര് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകള് നിങ്ങളെ വിശ്വാസത്തിലെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ തനി നിറം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവരാരായിരുന്നു ശരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സീക്രറ്റ്സ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ ചിലപ്പോൾ ആ ഒരു രഹസ്യങ്ങളൊക്കെ മറ്റൊരാളുടെ അടുത്ത് പോയി പറയുന്ന സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സീക്രറ്റ്സ് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരഥവാ വേറൊരാളോട് അത് പറഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അഥവാ ചില പ്രത്യേക സിറ്റുവേഷൻ നിങ്ങളോട് ഏറ്റവും അടുപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ ആണ് നിങ്ങൾ ഇത് ഒളിച്ചു വെച്ചിട്ടുള്ളത് എങ്കിൽ ഈ പറയുന്ന ഒരു സീക്രട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും അവരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് എപ്പോഴും മനസ്സിനൊരു ഭാരമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല സമയത്ത് നല്ല സാഹചര്യത്തിൽ അത് ഒരു തരത്തിൽ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സീക്രട്ട് മറ്റൊരാൾ വഴി ഈ വ്യക്തിയിലേക്ക് എത്തുന്നതിനേക്കാൾ നിങ്ങളായിട്ട് നേരിട്ട് പറയുന്നത് നിങ്ങൾക്കും അവർക്കും നല്ലതാണ്. കാരണം അവർ മറ്റൊരാളുടെ മുമ്പിൽ കൊച്ചാവുകയോ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ ഒരു നുണ പറയുന്ന വ്യക്തിയായി മാറുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ വളരെ നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. സൺ കാർഡാണ് നെക്സ്റ്റ് വന്നിട്ട്. വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു മാസത്തിൽ പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പൊ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ജീവിതത്തിലേക്കുള്ള ലോങ് ടേമിലേക്ക് നിങ്ങൾക്കൊരു മനസ്സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും ഒക്കെ നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് തന്നെ പറയാം. സൂര്യനാണ്, സൺ എനർജിയാണ്. ചില ആളുകൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സോളാർ പ്ലെക്സസ് ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ചിലർക്ക് ഇത് സൂചിപ്പിക്കുന്നത് ഹാപ്പിനെസ്, സന്തോഷം, സംതൃപ്തിയാണ്. പ്രഗ്നൻസി സിറ്റുവേഷനും ആവാൻ സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചികിത്സ ചെയ്യുന്നുണ്ട്, മറ്റ് മെഡിസിൻ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിൽ ട്വിൻസ് എനർജി ഉണ്ട്. അപ്പോൾ ട്വിൻസ് എനർജി എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ ആവാനുള്ള, ട്വിൻസ് ആവാൻ ചാൻസസ് കൂടുതലായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. സക്സസ് സൂചിപ്പിക്കുന്ന ഒരു മാസം കൂടിയിട്ടാണെന്ന് പറയാം. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് കപ്സ് എനർജിയാണ്. 8 ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എനർജി ചേഞ്ച് ആണ്, മാറ്റമാണ്. നമ്പർ 8 എനർജി എന്ന് പറയുന്നത് തന്നെ കർമ്മയാണ്, ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ ഫോളോ യുവർ ഹാർട്ട് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ആ പാതയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ഇതവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു പോസിറ്റിവിറ്റി, ഒരു എൻഡിങ് ഫേസ് കാണിക്കുന്നുണ്ട് ചിലയിടത്ത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ജോലി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എൻഡ് ചെയ്തിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുന്നതോ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടൊരു എനർജിയാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സൂചിപ്പിക്കുന്നത് ട്രാൻസിഷൻ. ചില ആളുകൾക്ക് വെക്കേഷൻ ആവാം ഇത്. നിങ്ങളിപ്പോൾ വെക്കേഷൻ വല്ലതും ആഘോഷിക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ വെക്കേഷൻ സിറ്റുവേഷൻ ആണ് ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. 4 ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ വരുന്നു എന്നുള്ളതാണ്, ജീവിതത്തിൽ ഒരു സ്ഥിരത വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്ഥിര വരുമാനമുള്ള ഒരു ജോലി അല്ല നിങ്ങൾക്ക് എങ്കിൽ ചിലപ്പോൾ അത് സ്ഥിര വരുമാനമുള്ള ജോലിയായിരിക്കും സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ കെട്ടുന്നതായിട്ട്, ഇത് ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലി സ്ഥിര വരുമാനം ഉള്ളതും അതൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആയല്ലോ. മറ്റു ചിലർക്ക് നിങ്ങളുടെ വീട് പണി, നിങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ കെട്ടുന്ന ഒരു സിറ്റുവേഷൻ, ലിറ്ററലി വീടിന്റെ ഫൗണ്ടേഷൻ കെട്ടുന്ന ഒരു സിറ്റുവേഷൻ ആകാം ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു തരത്തിലുള്ള ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി പോസിബിലിറ്റീസിന്റെ സാഹചര്യം പുതിയ പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ മെഡിക്കൽ ഇത് പലതരത്തിലാവട്ടോ. കാരണം നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ റിലേറ്റഡ് ഇപ്പോൾ നിങ്ങൾ എൻട്രൻസ് ചെയ്തിട്ടുണ്ടാവും, മെഡിസിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ മറ്റു ചിലർ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ നിങ്ങൾ MBBS കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ MD/FRCS എന്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും, മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ടാവും, വിദ്യാഭ്യാസ പരമായിട്ട് അതാവാം സൂചിപ്പിക്കുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് മെഡിക്കൽ ടെസ്റ്റ് എന്തെങ്കിലും ആവും. ജോലിയും മെഡിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ട് ആയതുകൊണ്ടാണ് ഒന്നുകിൽ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാൻ പോകുന്നത്, ജോലി മാറുന്ന സിറ്റുവേഷൻ. ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച്, ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച്, ഡോക്ടേഴ്സ്, നഴ്സ് അതുപോലുള്ള മേഖലയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം സ്ഥിരതയുള്ള ഒരു മാറ്റമാണ്. പിന്നെ മെഡിക്കൽ ചെയ്യുന്ന, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ പട്ടാളത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇതൊക്കെ നല്ല എനർജീസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലിക്ക് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ചുരുക്കം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ 2024 നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മാസം. Page of Swords, Cavalier of Wands, 5 of Wands, King of Pentacles, Cavalier of Swords, 2 of Wands, and 4 of Cups energy. പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ച് എല്ലാം മൈനർ ആർക്കോണ, അതേപോലെ തന്നെ ലെസ് ദൻ 5 എനർജീസ് ആണ്. പല കാര്യങ്ങളുടെ തുടക്കമാണെന്ന് പറയും. പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്നത്, പലതിന്റെയും കുറച്ച് സ്റ്റെപ്പും ഒന്നിന്റെയും ഒരു എൻഡിങ് ഫേസ് ഈ ഒരു സമയത്ത് കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ പ്രിൻസസ് ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി, പ്രിൻസസ് ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. പക്ഷെ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ കൂടെ ചേർത്തിട്ട് മുന്നോട്ടേക്ക് പോവുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും നിങ്ങളോടൊപ്പമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ചേരുമ്പോൾ ചില ആളുകൾ എപ്പോഴും ഉണ്ടാവും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ഇന്റർഫിയർ ചെയ്യുന്ന ഇടപെടുന്ന കാര്യങ്ങൾ. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഇടപെടുന്ന ആളുകൾ ഇനി അവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, അമിതമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ ശ്രമിക്കുകയും ഉള്ള ഒരു താല്പര്യം കാണിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകളായിട്ടൊരു ഒരു അകലം പാലിക്കുക. അവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെയും
ഇനി അവർ നിങ്ങളോട് കുത്തി കുത്തി ചോദിക്കുകയാണെങ്കിൽ അതൊന്നുമില്ല എന്ന് എത്ര ചോദിച്ചാലും ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമില്ലാത്തത് അവരോട് പറയാതിരിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവും, സീക്രട്ട് അജണ്ട. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടാത്തത് ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും പറയാതിരിക്കുക. ഇനി അവര് ചില സിറ്റുവേഷൻസിൽ അങ്ങനെയുള്ള ആളുകൾ ചോദിച്ചേക്കാം, ഒന്നും പറയാൻ താല്പര്യമില്ല, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അതായത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള രീതിയിൽ എന്ത് സിറ്റുവേഷൻസ് ആയാലും അത് വളരെ ചിരിയോട് കൂടിയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രസ്റ്റിന് എന്താണോ അതിനനുസരിച്ചിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്ന്, അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെന്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അശ്രദ്ധ പാലിക്കാതിരിക്കുക. പിന്നെ കുറച്ച് കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറെ കാശ് നഷ്ടപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ലീഗലി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ അറിവുള്ള ഒരു അഡ്വക്കേറ്റോ ആ ഒരു മേഖലയിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള്, അതായത് വെറുതെ എന്തെങ്കിലും പറയുന്ന ആളുകളല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള അതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയെ കൂട്ടിന് കൊണ്ടുപോവുകയോ അങ്ങനെയുള്ള ആളുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക. കാരണം ആ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടമല്ല, പിന്നീട് എന്തെങ്കിലും സംഭവിച്ച വലിയ നഷ്ടങ്ങളിലേക്ക് വന്നേക്കാം. പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയവും ക്വാളിഫിക്കേഷനും ഉള്ള വ്യക്തിയെ കൂടെ കൂട്ടുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു തീരുമാനമാണ് അത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ആരെങ്കിലുമായിട്ട് തീരുമാനമെടുത്താൽ വാക്കാൽ പറഞ്ഞുറപ്പിച്ചു എന്ന് പറയുന്നത് ഫലപ്രദമല്ല. വാക്കാൽ എന്തും പറയാം, വാക്കാൽ പറഞ്ഞിട്ട് അയ്യോ അത് പറ്റില്ല എന്ന് പിന്നെ മാറ്റി പറഞ്ഞാൽ അതിന് കേസൊന്നും കൊടുത്ത് പിന്നെ അതിന്റെ പുറകെ നടക്കാൻ പറ്റില്ല. പിന്നെ ഒരാൾക്കൊരു സീരിയസ്നെസ് ഉണ്ടാവണമെങ്കിൽ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രവൃത്തിയിൽ തന്നെ വേണം. അതിനൊരു അതായത് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ട് അതിൽ ഒപ്പുവയ്ക്കേണ്ടുന്ന അനിവാര്യതയുണ്ട്. അതിന് ചെലവാകുന്ന കാശിൽ അത് വേസ്റ്റ് ആണെന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് പറയുകയാണെങ്കിൽ കെവലിയർ ഓഫ് വോൺസ് എനർജിയാണ്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഇപ്പോ ഇനി മുന്നോട്ടേക്ക് പോകണോ, ഇപ്പൊ ആക്ഷൻ എടുക്കണോ എന്നൊക്കെ ഡൗട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സമയം തന്നെയാണ്. ഒരു പരിധി വരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ. ചില സിറ്റുവേഷനിൽ നമ്മൾ പറയും വെയിറ്റ് ചെയ്യണം, ഇതിനുള്ള സമയമായിട്ടില്ല, മുന്നോട്ടേക്ക് ഇനി കുറച്ചും കൂടി ടൈം വെയിറ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പറയാനുള്ളത് വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ദർ ഇസ് നോ നീഡ് ടു വെയിറ്റ് എനിമോർ. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്ത് പരമാവധി വെയിറ്റ് ചെയ്ത് ഇത് കൂടുതൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ചില ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്, ചില സിറ്റുവേഷൻസ് ആയിരിക്കും മറ്റെന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ, അതിന് ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ലൈഫില് ഈ ഒരു മാസത്തില് നിങ്ങൾക്ക് വളരെയധികം വളരെ എനർജറ്റിക് ആയിരിക്കും. ഒരു എനർജി നമ്മൾ പറയില്ലേ, ചില സിറ്റുവേഷൻസിലൊക്കെ ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര എനർജറ്റിക് ആവുന്ന പോലത്തെ ഈ ഒരു മാസം വളരെയധികം പൊതുവെ എനർജി വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ നമ്മൾ പറയും ചാടിച്ചാടി നിൽക്കുകയാണെന്ന് പറയാം. എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നുണ്ടാവാം, വളരെയധികം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും, വളരെ നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും, അതേപോലെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ, ഓപ്പർച്യൂണിറ്റീസ് നേടുന്നുണ്ട്. അതേപോലെ റിലേഷൻഷിപ്പിലെ ചില കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റമില്ലാതെ സ്ഥിരമായിട്ട് പല രീതിയിൽ ചില ബന്ധങ്ങളിൽ ഈ പറയുന്ന പോലെ അങ്ങോട്ടേക്ക് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ കെയർ ആണെങ്കിലും സ്നേഹമാണെങ്കിലും മറ്റെന്ത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങോട്ടേക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. തിരിച്ചിങ്ങോട്ടേക്കൊന്നും ഉണ്ടാവില്ല സ്നേഹം പോലും. പക്ഷെ തിരിച്ച് അങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ബന്ധമാണെന്നൊന്ന് അവലോകനം ചെയ്യാം. ഇനി ഏത് തരത്തിലുള്ള ബന്ധമാണ് എങ്കിലും തിരിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, മാനസികമായിട്ടൊരു സപ്പോർട്ട് വേണ്ടിടത്ത് ഒരു സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ട്, അല്ലെങ്കിൽ കൂടെ നിൽക്കുക, ഒരു സപ്പോർട്ട് ഫീൽ ചെയ്യിക്കുക. ഇതൊന്നുമില്ല എങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഒരർത്ഥമില്ല. മറ്റൊന്നുമില്ലെങ്കിലും ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തിക്ക് ഒരു സെക്രട്ടറി, ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക.
എന്നുള്ളത്. അസിസ്റ്റന്റ് ആയിട്ടൊരു ജോലിയിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പണമെങ്കിലും കിട്ടും. പക്ഷെ ഇത് അങ്ങോട്ടേക്കും പണവും സ്നേഹവും വാരിക്കോരി കൊടുത്ത് ഇങ്ങോട്ടൊന്നും കിട്ടാത്ത സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ വീണ്ടും ആലോചിക്കുക. കാരണം ഇതിവിടെ സൂചിപ്പിക്കുന്ന അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ്. അത് നിങ്ങൾ പുനർചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചില ആളുകൾ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിൽ ഉറച്ചു നിൽക്കുക എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട്. പിന്നെ ചില ആളുകൾ ട്രാവൽ സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യാത്രകൾ ഈ ഒരു മാസത്തില് കൊച്ചു കൊച്ചു പല യാത്രകളായിട്ട് പല യാത്രകളായിട്ട് 1-2 ദിവസത്തെ യാത്രകളാണ്. കൊച്ചു കൊച്ചു ദിവസം 1-2-3 ദിവസം, മാക്സിമം 3 ദിവസം ആവാം. 1-2 ദിവസമൊക്കെ ഉള്ള ഒരു യാത്രയാണ്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന അങ്ങനെയുള്ള യാത്രകളൊക്കെ ഈ ഒരു മാസത്തിൽ ഇടയ്ക്ക് കാണുന്നുണ്ട്. അതേപോലെ വീട് മാറുന്നുണ്ട്. ചില ആളുകൾ വീട് മാറുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയൊരു സ്ഥലത്തേക്ക് മാറുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആവും. അതേപോലെ തന്നെ പുതിയൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തി അവിടേക്ക് ചേക്കേറി മാറുന്ന സിറ്റുവേഷൻ ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് ഫോൺസ് എനർജിയാണ്. ഈ ഒരു മാസം ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും, പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോമ്പറ്റീഷനൊക്കെ ഉള്ള സമയമാണ് ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതേപോലെ കോമ്പറ്റീഷനേക്കാൾ കൂടുതൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹെവി കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. നിങ്ങൾക്കും അറിയാം, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ചുറ്റുപാടുള്ള ആളുകളുണ്ട്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പോയാലും ഇപ്പോൾ ഒരു പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു വിസ പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്ത് കാര്യത്തിലാണെങ്കിലും എല്ലാം നിങ്ങൾ വീട്ടിൽ പറയുമ്പോൾ വീട്ടിലുള്ള ആളുകൾ ഈ നാട്ടിലെല്ലാവരെയും വിളിച്ചുകൂട്ടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇത് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ ഒരു ഫാമിലി എങ്കിൽ ഫാമിലിയുടെ അടുത്ത് ഇത്യാദി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം റെഡി ആയതിനു ശേഷം മാത്രം ഫാമിലിയെ അറിയിക്കുക. കാരണം ഇവിടെ ഒരു പഞ്ചായത്ത് എന്താ പറയാ, അതായത് ഒരു പഞ്ചായത്ത് കൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആവുന്നുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട്, മറ്റുള്ളവരുടെ ഒപ്പീനിയനാണ്. ഫാമിലിയിലാണെങ്കിൽ അതേപോലത്തെ എനർജി ഉണ്ട്. ഇപ്പൊ ഫാമിലിയിൽ വളരെ ചില ആളുകളെ സംബന്ധിച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടികൾ വളരെ ഡിമാൻഡിങ് ആയിരിക്കും. ചില കുട്ടികൾ വളരെ ഡിമാൻഡിങ് ആയിരിക്കും. എനിക്ക് അത് വേണ്ട, ഇത് മതി, അത് തന്നെ വേണം, അല്ലെങ്കിൽ എപ്പോഴും വാശി ബഹളങ്ങൾ. ഓരോ കുട്ടികൾ ഓരോ സ്വഭാവമാണല്ലോ. ചില കുട്ടികൾ അങ്ങനെയായിരിക്കും, മറ്റു ചിലര് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. ഫാമിലിയിൽ പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒത്തിരി ഇറിറ്റേഷൻസ് ഉണ്ടാവാം. അതേപോലെ കൊളീഗ്സിന്റെ ഭാഗത്തുനിന്ന് വർക്കിലാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഒത്തിരി ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഫാമിലിയിൽ ഇങ്ങനത്തെ വർക്കിൽ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ കൺട്രോൾ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ ജോലി മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ വീട്ടിലുള്ള ആളുകൾ ഇതുപോലെ എല്ലാവരും വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് അവരോട് പറയാതിരിക്കുക. കാര്യങ്ങൾ റെഡി ആയതിനു ശേഷം മാത്രം പറയാം. അതൊരു തെറ്റല്ല. ഇനി അപ്പൊ പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും എന്തായാലും കുറെ ചർച്ചകൾ ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും റെഡി ആയതിനു ശേഷം മാത്രം പറയാനുള്ളതാണ് ഇവിടെ പറയാനുള്ള ഒരു മെസ്സേജ്. പിന്നെ നെക്സ്റ്റ് പെൻഡക്കിൾ എനർജിയാണ്, കിങ് ഓഫ് പെൻഡക്കിൾ. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ പോലെ ചുറ്റുപാടുമുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സാമ്പത്തികമായിട്ട് രാജാവാണ് എന്ന് തന്നെ പറയാം. നമ്മൾ ഫിനാൻഷ്യലി വളരെയധികം കേപ്പബിൾ ആണ്. അതേപോലെ കരിയറിലാണെങ്കിലും മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്, ഹയർ പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്, വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നു. പവർഫുൾ എനർജിയാണ്, പവർ കാണിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ, എങ്ങനെ പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പോസിറ്റീവ് ആകാൻ. കാരണം ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതി അത് പഠിക്കേണ്ടുന്ന ഒരു അനിവാര്യതയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ വളരെ അതായത് ബന്ധങ്ങളുള്ള ആളുകൾ ഉണ്ടാവില്ല, അടുപ്പമുള്ള ഇപ്പൊ കൊളീഗ്സ്, കൂടെ ജോലി ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പുള്ള ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ സൗഹൃദങ്ങൾ, അച്ഛനമ്മ, മക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെ കണക്ഷൻസ് ഉള്ള ആളുകളും പക്ക പ്രൊഫഷണലി ഡീൽ ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. കാരണം അവര് തമ്മിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കൊളീഗ്സ് ആണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിഞ്ഞാലാണ് അത് ഡീൽ ചെയ്യാൻ പ്രശ്നം വരുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, നിങ്ങൾ പ്രൊഫഷണലി ആയിട്ടുള്ള കാര്യങ്ങൾ അത് ആ രീതി തന്നെ സംസാരിക്കാൻ പഠിക്കുക, ജോലിയിൽ ഉള്ള സുഹൃത്തുക്കളാണ് എങ്കിൽ. അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടേതായിട്ട് എന്താണോ അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിനർത്ഥം മറ്റുള്ളവരെ തഴയുക എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ
ചില രീതിയിലാണ് ചെയ്യേണ്ടത്. ആ രീതിക്ക് ഒരു പ്രൊഫഷണലും പേഴ്സണലും ആയിട്ടുള്ളതിന്റെ ഒരു അതിർരേഖ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ. ഓക്കെ, അതേപോലെ ഹെവലിയർ ഓഫ് പെൻഡക്കിൾസ് ഹെവലിയർ ഓഫ് സോഡ്സ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡ്രാമയാണ് ചുറ്റിനും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ അന്തരീക്ഷത്തിലെ മൊത്തം ഡ്രാമയാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്കറിയാം ആരായിട്ടാണ് എന്തിനാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവരങ്ങനെയാണ്. അങ്ങനെയല്ല, നിങ്ങൾക്കറിയാം ആരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, പക്ഷെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ചെയ്യേണ്ടുന്നത് അവോയ്ഡ് ദ ഡ്രാമ. ആ ഡ്രാമ അവോയ്ഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമാണല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ വീട്ടിൽ പറയേണ്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് പറയാതിരിഞ്ഞിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് പറയാതിരിക്കുകയോ ചെയ്യും. ഇപ്പോൾ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പറയേണ്ട, ഇവിടെ പോയതിനു ശേഷം ഒരു മെസ്സേജ് എടുക്കുകയോ മറ്റോ പറയും ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസ് ട്രിപ്പിന് പോകുന്ന സിറ്റുവേഷനിൽ വീട്ടിൽ പ്രശ്നമാണ് എങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നേരത്തെ റെഡിയാക്കി ചെറിയ ചെറിയ പാക്കിൽ മാറ്റി വെച്ചിട്ട് അത് ചെയ്യാം. അവിടെ ചെന്നതിന് ശേഷം ഒരു മെസ്സേജ് അയക്കാനും ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ തൽക്കാലത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്യും. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡ്രാമ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണോ എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് അഗെയിൻ 2 of Wands എനർജിയാണ്. 2 of Wands and 2 of Swords എനർജിയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് എനർജിയും പറയുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാം. മറ്റൊരു എനർജി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ പ്രണയം സാധ്യമാകുന്നുണ്ട്, പ്രണയമുണ്ട്, റൊമാൻസ്. അത് ജോലി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ജോലി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഒരു കൊലീഗായിട്ട് നിങ്ങൾക്കൊരു ക്രഷ്, ഒരു പ്രണയത്തിലേക്ക് അത് കലാശിക്കാം, പിന്നീട് വിവാഹത്തിലേക്ക് പോകാം. ഇത് കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം എന്നില്ല. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് പോകുന്ന വഴിയിൽ ഇപ്പോൾ യാത്രകളുണ്ടെങ്കിൽ ആ വഴിയിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ട്രെയിൻ ട്രാവൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വഴിയിൽ കണ്ടുമുട്ടുന്നതാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫറൻസോ മറ്റു ബിസിനസ് ഡീൽസ് മീറ്റിംഗ്സ് ഉണ്ടാവാം. മീറ്റിംഗിൽ വഴി കണ്ടുമുട്ടുന്ന ആളുകളൊക്കെ ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടുമുട്ടലുകൾ വഴി ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ളൊരു മീറ്റിംഗ് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആണ്. ഒരേ ചിന്താഗതിയുള്ള ആളുകളെ കണ്ടുമുട്ടുന്ന സിറ്റുവേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളൊരു ആങ്സൈറ്റി, ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിലേറ്റഡ് ചികിത്സ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ്, പെയിന്റിങ്, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഗ്രൂപ്പ്, അതിലൊക്കെയുള്ള രീതിയിൽ ബന്ധപ്പെടുന്നതുമാവാം നിങ്ങളുടെ. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് 4 of Cups എനർജിയാണ്. ഈ ഒരു എനർജി 4 of Cups എനർജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളില് നമ്മളുടെ സോൾ, മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻസ് ഇവിടെ ചില സിറ്റുവേഷനിൽ മെയിൻ ടീം നിങ്ങളുടെ ലോസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം, ഫെയ്ത്ത് റിന്യൂ ചെയ്യാം. ഇതിനൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് എനർജീസ് ഉണ്ട്. ഒരു സ്ട്രെസ്, ബോർഡം, ഫ്രസ്ട്രേഷൻ, ഡ്രാമ, ഇതൊക്കെ ഒഴിവാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റിലേഷൻഷിപ്പിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും കുറച്ച് നിങ്ങൾ ഉള്ളിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ട്. കാരണം ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് എന്തൊക്കെയാണ്, എവിടേക്കാണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് നിങ്ങളുടെ ഇമോഷണൽ സെൽഫിനെ മെയിനായി പ്രൊട്ടക്ട് ചെയ്യാന്ന്. ഫിസിക്കലി ആരും നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇമോഷണൽ സെൽഫിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.